അപ്പോൾ ചിക്കൻ സ്റ്റൂ വയ്ക്കാൻ തുടങ്ങാം. 2 കിലോ ഇറച്ചി ചേട്ടൻ വാങ്ങിയിട്ട് വന്ന്, അല്ല 1/2 കിലോ ചേട്ടൻ അടിച്ച് മാറ്റി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടി. എന്നിട്ട് 1.5 കിലോ ഞാൻ റെഡിയാക്കി. വലിയ പീസൊക്കെ ഉണ്ടായിരുന്നു, അതിനെ ചെറുതൊക്കെ ആക്കി. ഇനി അതിനെ കഴുകി റെഡിയാക്കി വെക്കണം. തേങ്ങ പച്ച തേങ്ങയാണ്, 1 തേങ്ങ എടുത്തു. 1-ാം പാലും 2-ാം പാലും വേണം. അങ്ങനെ അരച്ച് 2 പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുണ്ട്, അത് മിക്സിയിൽ അരച്ചതുകൊണ്ട് നല്ല കട്ടിയുണ്ട്. പിന്നെ മൺചട്ടിയിലാണ് നമ്മളിന്ന് വയ്ക്കാൻ പോണത്. എണ്ണയൊഴിച്ച് ഗ്രാമ്പു പട്ട ഏലക്ക അത് ഇട്ട് നമുക്ക് വശക്കാം. ചെറുതായിട്ടൊന്ന് കിണ്ടിയാൽ മതി. നല്ല വശങ്ങളൊന്നും ഇല്ല. ഈ മസാല മാത്രമേ ഉള്ളൂ, മസാല മണമായിട്ട്. വേറെ മണത്തിനുള്ള ഒന്നും വേറെ ഒന്നും ഇല്ല. അങ്ങനെ സവാള 2 സവാളയാണ്. നീളത്തിനും അരിയാം, റൗണ്ടായിട്ടും അരിയാം, അത് നിങ്ങളുടെ ഇഷ്ടം. എല്ലാം കൂടെ അതിൽ കിടന്ന് വേവണതല്ലേ. അപ്പോൾ അതിനും കൂടെ നല്ല വശക്കണ്ട, മീഡിയം സൈസ് വശം. നല്ല വശയ്ക്ക് അതിൻ്റെ കളർ മാറും, സ്റ്റൂവിൻ്റെ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് കൗരാൻ ഇടുന്നത്. 2-ാം പാലിൽ നിന്നും കുറച്ച് പാലെടുത്ത് വീത്തിയാണ് കൗരാൻ വയ്ക്കുന്നത്. കുറച്ച് നേരം കൂന്നിട്ട് അരയ്ക്കും. അപ്പം ഇത് നല്ല വശങ്ങിയില്ല. ഇനി നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇടിച്ചതിന് അതിൽ കൂടി ഇടും. പച്ചമുളക് ഇടിച്ചതിൽ കൂടി ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, അല്ലാതെ കീറി ഇടണുണ്ട്. അത് എരിവിനനുസരിച്ച്, നമുക്കിവിടെ എരിവൊക്കെ നല്ല വേണം. അതുകൊണ്ട് അതും കൂടെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പച്ചമുളകും കീറിയതിട്ട് അതിൽ കൂടി കഴുകി വൃത്തിയാക്കി വെച്ചിങ്ങനെ ചിക്കനും കൂടി ഇടണം. ഇട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് മൂടി 2 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. കൂടുതൽ നേരം വെച്ചിരിക്കേണ്ട, 2 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് അതിലേക്ക് ആദ്യത്തെ പാല് വീത്തണ്ട, 2-ാമത്തെ പാലാണ് അടുത്ത് വീത്താനുള്ളത്. ആദ്യത്തെ പാല് പിന്നീട് വീത്താം. അടുത്ത് ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങാണ്. അത് ഇട്ട് ക്യാരറ്റ് 2 ക്യാരറ്റ് അതും ഇടാം. ഇതെല്ലാം ഇതിൽ കൊള്ളുമെന്ന് നിങ്ങൾക്ക് സംശയമായിരിക്കും. എല്ലാം കൊള്ളും, നിങ്ങൾ ലാസ്റ്റ് വരെ കാണണേ. അടുത്ത് അത് കഴിഞ്ഞിട്ട് അത് ഇളക്കി നോക്കി അപ്പോഴപ്പോഴും എടുത്ത് നോക്കണം. തേങ്ങാപ്പാലൊക്കെ നല്ല കട്ടിയുള്ള പാലാണ്. അതുകൊണ്ട് അടുത്ത് അണ്ടിപ്പരിപ്പ് നമ്മൾ അരച്ച് അതിനെ അണ്ടിപ്പരിപ്പ് നല്ല പോകുന്നില്ല എങ്കിൽ നല്ല കുറച്ചും കൂടെ അരയുമായിരുന്നു. അണ്ടിപ്പരിപ്പ് അരച്ച് വീത്തി അടുത്ത് ഫസ്റ്റ് പാലും കൂടെ വീത്തണം. വീത്തിട്ട് ഇനി എല്ലാം വെന്തായല്ല. ഈ ഫസ്റ്റ് പാല് വീത്തുമ്പം കൂടുതൽ നേരം അങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, തിളച്ച് അല്പം കുറിയാൽ മതി. അടുത്ത് കുരുമുളകും കൂടെ ഇട്ട് നമ്മൾ ആവശ്യത്തിന് ഇടണം കുരുമുളകും. നമുക്ക് എരി വേണമെന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ നമ്മളിട്ട്. കളറ് മാറുകയൊന്നും ചെയ്യില്ല, ഈ വെള്ള കളർ തന്നെ. അത് ഈ മൺചട്ടിയുടെ ആ കളറാണ് അങ്ങനെ തോന്നുന്നത്. മല്ലിയിലയും കൂടി ഇടണം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം, നമുക്ക് മല്ലിയിലയൊക്കെ ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് മല്ലിയിലയൊക്കെ ഇട്ടത്. അപ്പോൾ എല്ലാം വെന്ത് റെഡിയായി. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഒരു അടപ്പെടുക്കണ സമയം ഒരു മണം വരും. അത് ചേട്ടനാണ് അടപ്പെടുക്കണത്. അവർ അവിടെ നിന്ന് ഇറച്ചി ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അടുത്ത് നിന്ന്. ഇത് കഴിക്കൂല, എനിക്ക് വേണ്ട, വെള്ള കളറായതുകൊണ്ട് കഴിക്കൂല എന്ന് പറഞ്ഞ ആൾ ഈ മണം കേട്ടിട്ട് എന്തായാലും ഇനി കഴിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങ് കഴിക്കുകയാണ്. അടുത്ത് ഇതിൻ്റെ കൂട്ടത്ത് അപ്പം ഉണ്ട്. ഇപ്പം അപ്പത്തിനും കഴിക്കാം, ഇടിയപ്പത്തിനും കഴിക്കാം, അത് അവരവരെ ഇഷ്ടം. ദോശയ്ക്കും കഴിക്കാം. ദോശയ്ക്ക് അത്ര കഴിച്ചില്ലെങ്കിൽ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ നല്ലതായിരിക്കും. ചപ്പാത്തിക്ക് കഴിക്കാം. അങ്ങനെ അപ്പമൊക്കെ റെഡിയായി. ഇതുപോലെ ചിക്കൻ സ്റ്റൂ ഒന്നും വയ്ക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ വച്ച് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളും പറയണേ. ഈ ചിക്കൻ സ്റ്റൂ ഇതുപോലെ വച്ച് നോക്കിയിട്ടേ അഭിപ്രായങ്ങളും പറയണം.